ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് നമുക്ക് നമ്മുടെ 6th ചാപ്റ്ററായ റീഡിംഗ് മാപ്സ് പഠിക്കാം. ഇവിടെ ഫസ്റ്റ് മെൻഷൻ ചെയ്തിരിക്കുന്ന ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യാം. 1999 മെയ് 7 യൂഗോസ്ലാവിയയിലെ ബെൽഗ്രേഡിലുള്ള ചൈനീസ് എംബസി ഒരു ബോംബിംഗ് അറ്റാക്കിൽ നശിക്കപ്പെടുന്നു. 3 ഓഫീസേഴ്സ് കൊല്ലപ്പെടുകയും കുറച്ചു പേര് അപകടം പറ്റുകയും ചെയ്തു. ഇതിലൂടെ കാണിക്കുന്നത് അവരുപയോഗിച്ചിരുന്ന മാപ്പ് കാലഹരണം സംഭവിച്ചതായിരുന്നു എന്നതായിരുന്നു. പഴയ മാപ്പ് ഉപയോഗിച്ചിരുന്നു. ആ മാപ്പിൽ ഈ പ്ലേസസ് അടയാളപ്പെടുത്താത്തതായിരുന്നു. കൂടാതെ പുതിയ മാപ്പായിരുന്നെങ്കിൽ നമുക്ക് ഈ എംബസി നിന്നിരുന്ന സ്ഥലം മനസ്സിലാക്കാം എന്നും കൂടി ഇവിടെ നമുക്ക് കാണാം. Then അതിനടിയിൽ you have read about the mistaken bombing and its cause. Now you might have understood the importance of maps and the accuracy of the information of the maps. മാപ്സ് എല്ലായ്പ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കണം എന്നതാണിത് കാണിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാപ്സ് ആർ യൂസ്ഡ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ്. വ്യത്യസ്ത തരത്തിലുള്ള മാപ്പാണ് ഇവിടെ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഭാഗത്ത് 6 മാപ്സിൻ്റെ പിക്ചേഴ്സും അതിൻ്റെ നെയിംസും മെൻഷൻ ചെയ്തിരിക്കുന്നു. അതിനെ ബേസ് ചെയ്ത് നമുക്ക് അതിൻ്റെ യൂസസ് കണ്ടെത്തേണ്ടതുണ്ട്. ഫസ്റ്റ് വൺ പൊളിറ്റിക്കൽ മാപ്പ്, ദെൻ ഹിസ്റ്റോറിക്കൽ, ലാൻഡ് യൂസ് മാപ്പ്, മിലിറ്ററി മാപ്പ്, ആസ്ട്രോണമിക്കൽ മാപ്പ് ആൻഡ് വെതർ മാപ്പ്. അതിനടിയിൽ അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഫോർ അണ്ടർസ്റ്റാൻഡിങ് ലാൻഡ് യൂസ്, for the study of celestial bodies. Celestial bodies means the object of space such as sun, moon, planets and stars. For meteorological studies. Meteorological studies means it is the study of atmosphere, weather and climate. For military purposes, for understanding the political boundaries, for the study of history. ഇനി നമ്മൾ ഓരോ മാപ്പിനെയും കണ്ടെത്തേണ്ടതുണ്ട്. പൊളിറ്റിക്കൽ മാപ്പിൻ്റെ യൂസ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് പൊളിറ്റിക്കൽ ബൗണ്ടറീസ്, ഹിസ്റ്റോറിക്കൽ മാപ്പ് ഫോർ ദ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി, ലാൻഡ് യൂസ് മാപ്പ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ലാൻഡ് യൂസ്, ദെൻ മിലിറ്ററി മാപ്പ് ഫോർ മിലിറ്ററി purposes, astronomical map for the study of celestial bodies, weather map for meteorological studies. Next, Kerala soil map and Kerala physiography map. Compare given maps of Kerala. Are the information included in both the same maps? അപ്പോൾ 2 ഇൻഫോർമേഷനാണ് ഇവിടെ. ഒരെണ്ണം സോയിലിൻ്റെ, ഒന്ന് ഫിസിയോഗ്രഫിയുടെയും. ഈ രണ്ടും ഒരു മാപ്പിൽ ആക്കിയാലുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. മാപ്പ് എ ഡെപിക്സ് സോയിൽ ആൻഡ് ബി ഈസ് ഫിസിയോഗ്രഫി. വാട്ട് മൈറ്റ് ഹാപ്പൺ ഇഫ് ബോത്ത് സോയിൽ ടൈപ്പ് ആൻഡ് ഫിസിയോഗ്രഫി ആർ ഇൻകോപ്പറേറ്റഡ് ഇൻ ദ സെയിം മാപ്പ്? അതിൻ്റെ ആൻസർ, ഇൻക്ലൂഡിങ് ഡിഫറെൻറ്റ് ഇൻഫോർമേഷൻ ഇൻ ദ സെയിം മാപ്പ് വിൽ ക്രിയേറ്റ് കൺഫ്യൂഷൻ ഇൻ റീഡിംഗ് ഇറ്റ്. ദാറ്റ് ഈസ് വൈ ഡിഫറെൻറ്റ് ഇൻഫോർമേഷൻ ആർ പ്ലോട്ടഡ് ഇൻ ഡിഫറെൻറ്റ് മാപ്സ്. നെക്സ്റ്റ്, മാപ്സ് ഡെപിക്റ്റിംഗ് സ്പെസിഫിക് തീംസ് ആർ നോൺ ആസ് തീമാറ്റിക് മാപ്സ്. അതൊരു എക്സാം ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് തീമാറ്റിക് മാപ്സ്? മാപ്സ് ഡെപിക്റ്റിംഗ് സ്പെസിഫിക് തീംസ് ആർ നോൺ ആസ് തീമാറ്റിക് മാപ്സ്. എക്സാമ്പിൾ, കേരള സോയിൽ മാപ്പ്, ഫിസിയോഗ്രഫി മാപ്പ്, മിലിറ്ററി മാപ്പ്, എക്സെട്ര. Next, classification of maps based on function. Based on function, maps can be classified into 2. They are, അതൊരു എക്സാം ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദേ? ഫിസിക്കൽ മാപ്സ് ആൻഡ് കൾച്ചറൽ മാപ്സ്. ഇവിടെ ഫിസിക്കൽ മാപ്സ് എന്ന് പറഞ്ഞാൽ നേച്ചുറൽ ഫീച്ചേഴ്സ് ഉൾപ്പെടുന്നതും കൾച്ചറൽ മാപ്സ് എന്ന് പറഞ്ഞാൽ മാൻമെയ്ഡ് ഫീച്ചേഴ്സ് ഉൾപ്പെടുന്നതുമാണ്. മാപ്സ് റെപ്രസെൻറ്റിംഗ് നേച്ചുറൽ ഫീച്ചേഴ്സ് സച്ച് ആസ് ഫിസിയോഗ്രഫി, ക്ലൈമറ്റ്, എക്സെട്ര ആർ കോൾഡ് ഫിസിക്കൽ മാപ്സ്. Maps representing man-made features such as agriculture, industry and political boundaries are called cultural maps. Then അതിനടിയിൽ complete the flowchart and classifying below mention the maps based on function. ഫങ്ഷൻ ബേസ്ഡ് മാപ്സിനെ ക്ലാസിഫൈ ചെയ്യണം. പൊളിറ്റിക്കൽ മാപ്പ്, അത് നമ്മൾ കണ്ടെത്തേണ്ടത് മാൻമെയ്ഡ് ആണോ നേച്ചുറൽ ആണോ എന്നതാണ്. പൊളിറ്റിക്കൽ മാപ്പ് മാൻമെയ്ഡ് ആണ്, സോ ഇറ്റ് ഈസ് കൾച്ചറൽ. സോയിൽ മാപ്പ് നേച്ചുറൽ ആണ്, ഫിസിക്കൽ. ക്ലൈമാറ്റിക് മാപ്പ് നേച്ചുറലാണ്, അപ്പോൾ ഫിസിക്കൽ. ആസ്ട്രോണമിക്കൽ മാപ്പ് ഫിസിക്കൽ. വെതർ മാപ്പ് ഫിസിക്കൽ. ഫിസിയോഗ്രഫി മാപ്പ് ഫിസിക്കൽ. ദെൻ അഗ്രികൾച്ചറൽ മാപ്പ് മാൻമെയ്ഡ് ആണ്, സോ ഇറ്റ് ഈസ് കൾച്ചറൽ. ഇൻഡസ്ട്രിയൽ മാപ്പ് മാൻമെയ്ഡ്, കൾച്ചറൽ. നേച്ചുറൽ വെജിറ്റേഷൻ നേച്ചുറൽ ആണ്, സോ ഇറ്റ് ഈസ് ഫിസിക്കൽ. മിലിറ്ററി മാപ്പ്, ലാൻഡ് യൂസ് മാപ്പ്, ഹിസ്റ്റോറിക്കൽ മാപ്പ് ഇവയെല്ലാം മാൻമെയ്ഡ് ആണ്, അതുകൊണ്ട് കൾച്ചറലാണ്. ഇത് നോക്കിയിട്ട് നമ്മൾ അടിയിലുള്ള ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഫിസിക്കൽ മാപ്സ് ആൻഡ് കൾച്ചറൽ മാപ്സ്? റൈറ്റ് ടു എക്സാമ്പിൾസ്. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് മാപ്സ് ബേസ്ഡ് ഓൺ സ്കെയിൽ. സ്മോൾ സ്കെയിൽ മാപ്സ് ആൻഡ് ലാർജ് സ്കെയിൽ മാപ്സ്. എക്സാമ്പിൾ, അറ്റ്ലസ് മാപ്പ് ആൻഡ് വാൾ മാപ്പ്. അറ്റ്ലസ് നമുക്കറിയാം, നമ്മുടെ കയ്യിലുള്ള അറ്റ്ലസ് ബുക്ക്. വാൾ മാപ്പ് മീൻസ്
നമ്മൾ തൂക്കിയിടുന്ന മാപ്പ്. ദെൻ ലാർജ് സ്കെയിൽ മാപ്സ്, കഡസ്ട്രൽ ആൻഡ് ടോപ്പോഗ്രഫിക്കൽ മാപ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ടു എക്സാമ്പിൾസ് ഓഫ് സ്മോൾ സ്കെയിൽ ആൻഡ് ലാർജ് സ്കെയിൽ മാപ്സ്. വാട്ട് ഈസ് സ്മോൾ സ്കെയിൽ ആൻഡ് ലാർജ് സ്കെയിൽ മാപ്സ്? ഇനി എന്താണ് നമുക്ക് സ്മോൾ സ്കെയിൽ എന്നും ലാർജ് സ്കെയിൽ എന്നും നോക്കാം. മാപ്സ് ഷോവിങ് ഓൺലി ദ ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ ഓഫ് ലാർജർ ഏരിയാസ് ആർ കോൾഡ് സ്മോൾ സ്കെയിൽ മാപ്സ്. ഇത് വലിയ പ്രദേശത്തെ വളരെ ചെറുതാക്കി ഒരു പേപ്പർ രൂപത്തിൽ കാണിക്കുന്നതാണ്. ദെൻ മാപ്സ് റെപ്രസെൻറ്റിംഗ് ഡീറ്റെയിൽ ഇൻഫോർമേഷൻ ഓഫ് സ്മോൾ ഏരിയ ആർ കോൾഡ് ലാർജ് സ്കെയിൽ മാപ്സ്. ലാർജ് സ്കെയിൽ മാപ്സ് ഒരു സ്മോൾ ഏരിയയെ വളരെ വലുതാക്കിയിട്ട് നമുക്ക് മാപ്പിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഈ പേജിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്: വാട്ട് ഈസ് സ്മോൾ സ്കെയിൽ ആൻഡ് ലാർജ് സ്കെയിൽ മാപ്സ്? റൈറ്റ് ടു എക്സാമ്പിൾസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞ് ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്, എക്സാമിന് വന്നതുമാണ്. താങ്ക്